ഈ മനോരമ ന്യൂസ് ചാനലിൻ്റെ വാർത്തകൾ അവർ ന്യൂസിന് വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിക്കുന്നതെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും. യുഎഇയിൽ ഇറാൻ്റെ ആക്രമണ ശ്രമം, കെട്ടിടത്തിന് മുകളിൽ ഡ്രോൺ പതിച്ചു. എന്നിട്ട് അതിൻ്റെ താഴെ കൊടുത്തേക്കുന്ന പടം നോക്കിയാൽ, ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ ബിൽഡിംഗ് നിന്ന് കത്തുന്നതായിട്ട്. കണ്ടില്ലേ? അതായത് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തേക്കാണ്, യുഎഇയിൽ ഇറാൻ്റെ ആക്രമണ ശ്രമം, കെട്ടിടത്തിന് മുകളിൽ ഡ്രോൺ പതിച്ചു എന്ന് കൊടുത്തിട്ട് അതിന് താഴെ ഒരു വലിയ പടം, കത്തി നിൽക്കുന്ന ഒരു പടം ഇട്ടേക്കാണ്. എന്നാൽ ആ വാർത്തയിലേക്ക് ക്ലിക്ക് ചെയ്ത് കയറുമ്പോൾ യുഎഇയിൽ ഇറാൻ്റെ ആക്രമണ ശ്രമം, കെട്ടിടത്തിന് മുകളിൽ ഡ്രോൺ പതിച്ചു എന്ന് പറഞ്ഞിട്ട് താഴെ വീണ്ടും ഈ പടം കാണിച്ചേക്കുക. ആ പടത്തിൻ്റെ താഴെ ചെറുതായിട്ട് എഴുതിയേക്കാണ് തെക്കൻ ലെബനനിലെ നഗരങ്ങളിൽ ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ ദൃഷ്ടി. ഇമാർക്ക് നാണമില്ലേ? യുഎഇയിൽ ഇറാൻ്റെ ആക്രമണ ശ്രമം, കെട്ടിടത്തിന് മുകളിൽ ഡ്രോൺ പതിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് നല്ല കാര്യമല്ലേ? അതിന് ഈ കത്തുന്ന ഇസ്രായേലിൻ്റെ അവിടുത്തെ പടം എടുത്തിടേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് താഴോട്ട് ആ ന്യൂസ് വായിക്കുമ്പം യുഎഇ പുലർച്ചെ ഇറാൻ്റെ ആക്രമണ ശ്രമം, ദുബായ് ക്രീക്ക് ഹാർബറിലുള്ള സമയത്ത് കെട്ടിടത്തിന് മുകളിൽ ഡ്രോൺ പതിച്ചു, കെട്ടിടത്തിൽ ആളുകൾ ചോദിച്ചു ആർക്കും പരിക്കില്ലെന്ന് മീഡിയ ഓഫീസ് അറിയിച്ചു. ആർക്കും പരിക്കില്ലാത്തൊരു സാധനം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു സാധനം, ഇവിടെ വലിയ എന്തോ സംഭവം ഉണ്ടാകുമെന്ന് അറിയിക്കാൻ വേണ്ടി ഇസ്രായേലിലെ പടം, അതായത് ആ ബിൽഡിങ് കത്തുന്ന പടം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താരം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു, അതുപോലുള്ളൊരു പടമാണ് ഇട്ടേക്കുന്നത്. വളരെ കഷ്ടമുണ്ട്, വളരെ കഷ്ടം. നാണമില്ല ഇവന്മാർക്ക്.